കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. RSS ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തുടനീളം 1 ലക്ഷം ഹിന്ദു ഏകതാ സംഗമം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അലേമൺ പഞ്ചായത്തിലും ഹിന്ദു ഏകതാ സംഗമം സംഘടിപ്പിച്ചു. കുട്ടിനാട് ശിവക്ഷേത്ര ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച ഏകതാ സംഗമം കേരള സമ്പോധ് ഫൗണ്ടേഷൻ മുഖ്യാചാര്യൻ സ്വാമി അത്യാത്മാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സംഗമങ്ങൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അത്യാത്മാനന്ദ സരസ്വതി പറഞ്ഞു. ആവശ്യപ്പെടുന്ന ഒരു സമാഗമമാണിത്. കാലം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. കാലം ആവശ്യപ്പെടുന്ന ചില തീരുമാനങ്ങളാണ് നമ്മൾ ഇവിടെ കൈക്കൊള്ളാൻ പോകുന്നത്. അതുകൊണ്ട് നാളെ മറ്റന്നാൾ ഈ ഒരു സമാഗമത്തെ സംബന്ധിച്ചും ഇവിടെ കാര്യങ്ങൾ കേൾക്കുന്നതിനെ കുറിച്ചും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഈ തരുണത്തിൽ ആശംസിക്കാനുള്ളത്. ഇവിടെ പ്രാർത്ഥനാ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടല്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു സമ്പ്രദായമല്ല എന്ന ഒരു വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു ബുദ്ധിഭ്രമം എന്ന് പറയും, അത് ഉണ്ടാക്കേണ്ട എന്നുള്ളത് കൊണ്ട് സ്വാമിയും കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നതാണ്. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല മുഖ്യ പ്രഭാഷണം നടത്തി. നമുക്ക് പല വിധത്തിലുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് കിട്ടിയിരിക്കും. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ, നമ്മൾ നീതിയും നിയമവും അനുഷ്ഠിക്കാൻ, ഓരോരുത്തരും നീതിയും നിയമവും അനുഷ്ഠിക്കണം എന്നുള്ള സന്ദേശം നമ്മളിലേക്ക് പകർന്നു തരാൻ ഇങ്ങനെ വ്യത്യസ്തമായ വിധത്തിലുള്ള 5 തലത്തിൽ പഞ്ചതല പരിവർത്തനം, പഞ്ചമുഖ പരിവർത്തനം നമ്മൾ നടത്തണം. ഈ പരിവർത്തനത്തിലൂടെ മാത്രമേ 2047 ഇന്ന് ഭാരതത്തിന്റെ ഭരണകൂടം വിഭാവനം ചെയ്തിട്ടുണ്ട്, ഭാരതം വിശ്വഗുരുസ്ഥാനത്തേക്ക് എത്തും. 2047 എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദിയാണ്. 1947 നമ്മൾ സ്വതന്ത്രമായത്. അതിന്റെ ശതാബ്ദിയിൽ ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതം ഉയരണമെങ്കിൽ ഈ പഞ്ചപരിവർത്തനം, ഈ പറഞ്ഞ ഈ 5 തലങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയാണ്. അവിടെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സനാതന ധർമ്മത്തെ, ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ രാഷ്ട്രീയ സ്വയംസേവക സംഘം മുഴുവൻ ആളുകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതാണ് ഈ ശതാബ്ദിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം ഈ രാഷ്ട്രമാണ്. അതാണ് പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. തുടക്കത്തിൽ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യ സമരത്തിന്റെ തഴമ്പോണ്ട് ഇരിക്കാൻ വയ്യാത്തവർക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കളെ അറിയുമോ? സംഘാടക സമിതി പ്രസിഡന്റ് ദിനു സുഗതൻ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ബാബു ഉപേന്ദ്രനാഥ്, R ദീപുരാജ്, ശശീന്ദ്രൻ പിള്ള, രവീന്ദ്രൻ പിള്ള, B ബിജുമോൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.